ലവ്ലി ഗാർഡൻസിൻ്റെ ഓണം വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇതൊരു ഓണം എപ്പിസോഡായിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ഓണത്തിൻ്റെ അന്ന് മാത്രമാണ് നമ്മൾ പൂവിടാനായിട്ട് ഈ പുറത്ത് നിന്ന് പൂ മേടിച്ച് കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ദൈവകൃപയും കൊണ്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ പൂക്കളൊക്കെ വെച്ചിട്ട് ഞാനിട്ട ഒരു പൂക്കളാണിത്. നടുക്കിൽ നമ്മൾ വെച്ചേക്കുന്നത് പിങ്ക് ക്ലൗഡിൻ്റെ താമരയാണ് കേട്ടോ. ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള പൂവൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വാങ്ങിച്ചു വെച്ച മാരിഗോൾഡ് കേട്ടോ, സെൻറ്റിമല്ലി എന്നൊക്കെ പറയില്ല നമ്മൾ. പിന്നെ നമ്മുടെ ഊഞ്ഞാലൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ പൂക്കളൊക്കെ കൊണ്ട് ഒന്ന് അലങ്കരിച്ചായിരുന്നു കേട്ടോ. ചുമ്മാ കുഞ്ഞുങ്ങൾക്ക് കാണാനും ഒക്കെ. നമ്മുടെ റോഡ് സൈഡിലാണല്ലോ വീട്, അപ്പോൾ അത് പോകുന്ന ആൾക്കാർക്കൊക്കെ കാണാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ പൂക്കളിട്ട് പെട്ടെന്ന് ഇട്ടൊരു പൂക്കളായിരുന്നു കേട്ടോ നമ്മുടെ പിങ്ക് ക്ലൗഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂവാണ് കേട്ടോ പിങ്ക് ക്ലൗഡ്. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് തികഞ്ഞില്ല, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച മാരിഗോൾഡും കൂടി ഉണ്ട് കേട്ടോ. സെൻറ്റിമല്ലി എന്ന് പറയില്ലേ, അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്? എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചോ? അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ വീട്ടിലേക്കാണ് പോണത് ഓണാഘോഷിക്കാനായിട്ട്. നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. ഇവിടെ ഞങ്ങൾ മാത്രമുള്ള കാരണം കൊണ്ട് അധികം ഓണാഘോഷമൊന്നുമില്ല കേട്ടോ. കുറച്ച് കറികളും വെക്കും, അതുപോലെ തന്നെ നമ്മൾ പായസമൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യണത് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യണത്. നമ്മൾ നട്ടുപിടിപ്പിച്ച തൈകളാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. നേരെ നമ്മൾ ചോറ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. നേരെ ഊണ് കഴിക്കാനായിട്ടാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇലയിലിങ്ങനെ കായ വറുത്തതും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും പഴം വറുത്തതൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇത് വിളമ്പണത് പുളിഞ്ചിയാണ്. പുളിഞ്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് നാരങ്ങച്ചാറ്. ഇത് ഞാൻ മമ്മിയുടെ അനിയത്തി അട്ടപ്പാടിയിലുണ്ട് കേട്ടോ. അവരുടെ വീട്ടിലുണ്ടായ നാരങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. കറി നാരങ്ങ, വെള്ളി നാരങ്ങ എന്നൊക്കെ പറയില്ലേ, വടുകപ്പുളി എന്നൊക്കെ പറയും. ഇത് ഓലനാണ്, വെള്ളോലനാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളോലൻ. ഇവർക്ക് പച്ചക്കറിയൊന്നും അങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അപ്പനും മക്കൾക്കൊക്കെ എല്ലാവർക്കും ചിക്കനും മീനൊക്കെ കൂട്ടി കഴിക്കണതാണ് ഇഷ്ടം. ഇവിടെ ഏറ്റവും കൂടുതൽ നോൺ വെജാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിളമ്പിയത് അവിയലാണ് കേട്ടോ. ഇത് കൂമ്പ് തോരനാണ്, വാഴക്കൂമ്പ്, വാഴക്കുടപ്പൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മുടെ വാഴക്കൊലയിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ക്യാബേജൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ക്യാബേജിന് പകരം നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. മമ്മി പയറും വാഴക്കൂമ്പ് തോരനും കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് കറികളെ വെച്ചുള്ളൂ. നമ്മൾ ഈ പ്രാവശ്യം പായസം നമ്മൾ 2-3 ദിവസം മുന്നേ വെച്ചിരുന്നു, ഗോതമ്പ് പായസം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരണ കാരണം കൊണ്ട് മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മമ്മി പറഞ്ഞു പായസം വെക്കണ്ട, നമുക്ക് വന്നിട്ട് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഞാനൊരു വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വറുത്തരച്ചൊരു സാമ്പാറും വെച്ചിട്ട് ഇത്രയും കറികളാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ പപ്പടവും വെച്ചിട്ടോ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. ഇത് സച്ചുകുട്ടൻ രണ്ടാമത് ഇട്ട പൂക്കളാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു അവനൊരു 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പൂക്കളിട്ടതാണ് കേട്ടോ. കാരണം ഇട്ട പൂക്കളം എല്ലാവരും കൂടെ ചവിട്ടിക്കുട്ടി ആകെ കുളമാക്കിയ. കാരണം എൻ്റെ അനിയത്തിക്ക് 3 പിള്ളേരുണ്ട് കേട്ടോ. അതിൽ മൂത്തവൻ വലുതാണ്, ബാക്കി 2 പിന്നെ എൻ്റെ 2 കൂടെ നശിപ്പിച്ചതാണ്. കണ്ടോ, പൂക്കൾ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം നശിപ്പിച്ചു. വന്നിട്ട് ഇവർ 2 പേരും ആട്ടം തുടങ്ങി കേട്ടോ. ചെറുതിനാണെങ്കിൽ ഇഷ്ടപ്പെടണമില്ല, അവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ആടണ കാരണം കൊണ്ട് അങ്ങനെ ആ പൂക്കളം നശിച്ച കാരണം കൊണ്ട് അവൻ രണ്ടാമത് പെട്ടെന്ന് ഞാൻ ചീത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇട്ടതാണ് കേട്ടോ ഈ പുതിയ പൂക്കളം. ഇത് കണ്ടില്ല, ഇതെൻ്റെ കുഞ്ഞിതിൻ്റെ പരിപാടിയാണ്. അത് വന്ന വശം അത് തൃക്കാരപ്പൻ എടുത്തിട്ട് തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചു. അതുപോലെ തന്നെ അതിൽ കുത്തിച്ചിരുന്ന പൂവെല്ലാം എടുത്ത് ഓട്ടായിരുന്നു. ഇതിൻ്റെ പകുതി പൊട്ടിച്ചു. എല്ലാ തൃക്കാരപ്പനും പകുതി പൊട്ടിച്ചു കേട്ടോ ആൾ. ഇവിടെ ഇങ്ങനെ റോഡ് വരെ ഇട്ടിരുന്നേ. അവിടത്തേക്ക് അമ്മ മാറ്റി വെച്ചു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കാറും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ മാറ്റി വെച്ചു കേട്ടോ. വണ്ടിക്ക് കടന്നു പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ഊണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ടപ്പോൾ ഏകദേശം 2 മണിയായി. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ ആ പഴം, അതുപോലെ തന്നെ അട, ശർക്കര വരട്ടി, പാലട പ്രഥമൻ, അച്ചാറ്, പുളിഞ്ചി, അവിയൽ, കാളൻ, ഇഷ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വറുത്തരച്ച് ഉരുളക്കിഴങ്ങ് വെക്കണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ പയർ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയിലൊന്നാണ്
ഈ ഇഷ്ടു കേട്ടോ. ഇഷ്ടു നമ്മൾ വറുത്തരച്ചുണ്ടാക്കണ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സദ്യയിലൊക്കെ ഏറ്റവും എന്താ പറയുക മുൻപിൽ നിൽക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അമ്മ ഇഷ്ടു വയ്ക്കണമെന്ന്. ഇത് വീട്ടിൽ ഓണം കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അമ്മയുടെ വീട് നെടുമ്പാശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മുത്തപ്പനും മുത്തിയമ്മയും ഇതുപോലെ തന്നെ മഹാബലീനൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഓണവിശേഷം. എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.